ലെജിറ്റിമേറ്റ് ഒന്നേ ഉള്ളൂ, ലെജിറ്റിമേറ്റ്. നിയമത്തിന്റെ മുന്നിൽ നിനക്ക് ഒന്നേ ഉള്ളൂ. വേറെ വല്ല ഉണ്ടെങ്കിൽ നിന്റെ 2017 ശേഷം 2019 ജനുവരി 23 ശേഷമുള്ളതാണെങ്കിൽ ലെജിറ്റിമേറ്റ് ആവത്തുള്ളതാ. മനസ്സിലായി? ബാക്കിയുള്ളതെല്ലാം നിന്റെ ലെജിറ്റിമേറ്റ് ആണ്. നിന്റെ കോരി ഇതൊന്നും ഇതാവത്തില്ല. നിന്റെ ലെജിറ്റിമേറ്റ് നിയമത്തിന്റെ മുന്നിൽ തന്തയില്ലാത്ത മക്കളാ, തന്തയില്ലാത്ത. നീ തന്തയാവത്തില്ല നിയമത്തിന്റെ മുന്നിൽ, നീ തന്തയാവത്തില്ല. നീ ഒറ്റയ്ക്കേ തന്തയുള്ളൂ നിയമത്തിന്റെ മുന്നിൽ. 2019 കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ വല്ലതും ഉണ്ടെങ്കിൽ, ഒരു വർഷം കൂടെ ഏകദേശം കഴിഞ്ഞുണ്ടെങ്കിൽ നീ ലെജിറ്റിമേറ്റ് വേറെ ഉണ്ട്. അല്ലാത്ത ഏതുണ്ടെങ്കിലും നിന്റെ ലെജിറ്റിമേറ്റ് അല്ലടാ. നിയമത്തിന്റെ മുന്നിൽ തന്തയില്ലാത്തവരാണ്, ദൈവത്തിന്റെ മുന്നിലും തന്തയില്ലാത്തവർ. തന്തയില്ലായ്മയാണ് തന്തയില്ലാത്ത എല്ലാവരെയും നടക്കുന്നത്. തന്തയില്ലായ്മ നമ്മളിതുവരെ ആരെയും കോമ്പൻസേഷൻ വാങ്ങിച്ചില്ല. എന്റെ പേര് പറഞ്ഞ ആരും കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടുള്ള നാളുകൾ എങ്ങാണ്ട് നാളികൾ പുതുനാളികൾ പെണ്ണുങ്ങളെ വ്യഭിചാരൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കുന്ന മുതുവരും അതിനേക്കാട്ടി വലിയ വ്യഭിചാരികളൊക്കെ ഈ എന്തുവാ ഈ വേശ്യാലയം നടത്തുന്നവന്മാരെ പോലുള്ള പറയണം ഇങ്ങനെ നടക്കുക. വേശ്യാലയം നടത്തുന്നവന്മാരെ പോലെ അവന്മാരെ പോലെ നടക്കുക. എത്ര ഇടുമ്പുകൾ വേശ്യാലയം നടത്തണി. അതാ നല്ലത്. നിന്റെ എന്താ സുബ്രഹ്മണ്യൻ അവന്റെ മോളെയും ആരെയൊക്കെയാന്ന് വെച്ചാൽ വെച്ചോണ്ടിരുന്നു. നിന്റെ പെണ്ണുപിള്ള എല്ലാം നടത്തിക്കൊണ്ട് വെച്ചോണ്ടിരുന്നു. വേശ്യാലയം നടത്തി കാശുണ്ടാക്കണം. നീയൊക്കെ വേശ്യൊക്കെ എങ്ങാണ്ട് വേശ്യാലയത്തിൽ ജനിച്ച മുതുവേശ്യൊക്കെ എങ്ങാണ്ട് ചേട്ട ബാക്കിയൊക്കെ സ്വന്തം മക്കളെ വരെ പറഞ്ഞുക അതൊന്നും പറഞ്ഞ് കാശും തന്നെ തേടിച്ചത്. അപ്പം വല്ല പണിയും ചെയ്തിട്ടുണ്ടോ? അപ്പൊ നാളെ ഇങ്ങനെ നോക്കിയിരുന്ന് പണി
ക്യാമറ ഇൻഫ്രാറെഡ് കറക്റ്റ് ചെയ്ത് വെക്കുന്ന ക്യാമറ കാണുക. അതാണ് ഇങ്ങോട്ട് വരുന്നത്. അദൃശ്യനായിരിക്കുന്നു. അദൃശ്യൻ ഇംഗ്ലീഷുകാരനാണ്. അദൃശ്യൻ ഗന്ധർവൻ ഇരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോ ആരില്ല, ഗന്ധർവനായിരുന്നു ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ക്യാമറയിലൊന്നും ആരില്ല, പക്ഷെ ഗന്ധർവൻ ഇരിക്കുകയാണ്. ഗന്ധർവനുണ്ടോ ഇവിടെ? ഗന്ധർവൻ പണിക്ക് പോകുന്നു. കുതിരമുട്ടി പണിക്ക് കുതിരമുട്ടി പണിക്ക് പോകുന്നത് ആരാ? കുതിരമുട്ടി പണിക്ക് പോകുന്ന ആൾക്കാർ ചോദിക്കുന്നത് ആരാണ്? നമ്മളോട് കുതിരമുട്ടി പണിക്ക് പോകുന്നത് ഞാനല്ലേ എന്റെ വിജയ വർദ്ധിക്കാൻ എന്റെ ശ്രീലമ പൂവനെ വർദ്ധിക്കാൻ നീ ആരാണ് ചോദിക്കുന്നുണ്ട്. ഇരിക്കുകയല്ല, കുതിരമുട്ടി കണിക്ക് പോകുന്നത് ആരാന്നറിയത്തില്ല. കുതിരമുട്ടി കണിക്ക് പോകുമ്പോൾ നമ്മളോട് ചോദിക്കാറ് കുതിരമുട്ടി കണിക്ക് പോകുന്നു, മറ്റേന് പോകുന്നു, നടക്കുക. ഞാൻ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്ന ഇവൻ ചോദിക്കുന്നത്. ഇവൻ ആരാ ചോദിക്കാൻ? ഇവൻ ആരാന്ന് അറിയത്തില്ല. എങ്ങാണ്ടെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ഒരു കെട്ട പറ്റി മലപ്പുറത്തുനിന്ന് വന്നിരിക്കുകയായിരുന്നു. പറയാൻ നമ്മളോട് ചോദിക്കുന്നു കുതിരമുട്ടി കഞ്ഞിക്ക് പോയത് ചെറുപ്പം ആരാന്ന് ചോദിക്കാറ്. ഇവൻ ആരാ ഈ പട്ടി? ഇവൻ ആരാ ചെടി കേട്ട കാണിയാൻ ചെന്ന കാണിയാൻ? ഇവൻ ആരാ എന്നോട് ചോദിക്കാൻ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്നു? ഇത് ഭയങ്കര രോഗമായിരുന്നു. ഇത് കൂടിയ രോഗമാണ്. എനിക്ക് ചാമ്പറങ്ങി നടക്കുവരും ചാമ്പ്. നീ നിന്റെ മോളോടോ എല്ലാവരോടും പോയി ചോദിക്കടാ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്നു, നീ എന്തിനാണ് പോകുന്നതെന്ന്. നീ ആരാ എന്നോട് ചോദിക്കാന്? ഞാൻ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്നു നീ ചോദിക്കാൻ ആരാടാ? ഞാൻ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്ന ഒറ്റക്ക് പോകുന്നു നീ ചോദിക്കാൻ ആരാടാ? ഞാൻ പലയിടത്ത് പോകും, നീ എന്നോട് ചോദിക്കാൻ ആരാ? നീ ആരാ ചോദിക്കാന്? സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നീ ആരാടാ? കണ്ട പെണ്ണുങ്ങളോട് എന്തോ അടുത്ത വീട്ടിലെ സാറയെ പഠിക്കാത്ത മോളോട് ചോദിക്കാൻ നീ ആരാടാ? സാറയാപുരത്ത് താമസിക്കുന്ന സാറയെ പഠിക്കാത്ത മോളോട് ചോദിക്കാൻ ഇവൻ ആരാ? കുതിരമുട്ടി കഞ്ഞിക്ക് പോകണം ചോദിക്കാൻ ഇവൻ ആരാ? നിനക്ക് പ്രാഥമിക കൊണ്ട് ചികിത്സിക്കടാ. നിനക്ക് സ്ഥലകാലബോധം, നീ ആരോട് എന്ത് സംസാരിക്കുന്നു എന്തോ ചോദിക്കുന്നതൊന്നും നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ പോയി ചികിത്സിക്കടാ. നിനക്ക് വലിയ തോന്നൽ നിന്റെ വലിയ ബോധം ആരാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെയുള്ള രോഗം മാസ്കും ഒക്കെ വെച്ച് നീ ഇങ്ങനെ അഭിനയിക്കുന്ന ആ അഭിനയത്തിനൊക്കെ നീ പോയി ചികിത്സ ചെയ്യടാ. നിന്റെ രോഗം മാറും. പിന്നെ നിന്റെ പെണ്ണുപിള്ളേരെ അവളെ കൊണ്ടുപോകും. അവർക്ക് എന്തോ നിന്നെ പോലെ ചോർച്ചടി തുടങ്ങി. പട്ടാപ്പകല് ചോർച്ചടി തുടങ്ങി. എന്റെ കണ്ണ് പൊട്ടുമെന്ന് വിചാരിച്ചോണ്ട് അവളങ്ങ് ചോർച്ചടിക്കുക. എന്റെ കണ്ണിനകത്തോട്ട് കങ്ങ് മാറിയോണ്ട് അവൾ ചോർച്ചടിക്കുന്നത് എന്റെ മുഖത്തോട്ട്. അത്ര ഭ്രാന്ത് കൂടി നടക്കുക. എന്തോ പറയുന്നേന്നോ എന്റെ ഇതിന് ആരാന്നറിയത്തില്ല. സാറയെ പഠിക്കാതെ മോളോട് നീ എന്തോ കുതിരമുട്ടി കഞ്ഞിക്ക് പോകുന്നു കഞ്ഞിക്ക് പോകുന്നു പാത്രം കൊണ്ട് കഞ്ഞിക്ക് പോകുന്നു. ഇവൻ ആരാന്നറിയത്തില്ല ചോദിക്കാന്. ഇവനെന്തോ രോഗമെന്ന് അറിയത്തില്ല. ഇവന് കൂടിയ രോഗമായിട്ട് മാറിയിരിക്കുക.